വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു തുടങ്ങിയിരിക്കുന്നത്. എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് അല്ലേ. വൈദ്യുതി പ്രവാഹത്തിൻ്റെ തീവ്രതയെ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഇഫക്ട്സിനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ്, വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്താണ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്ട്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മെയിൻലി ഇലക്ട്രിക് കറണ്ടിന് 4 എഫക്ട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സാധാരണയായി നമ്മളുടെ ജീവിതത്തിൽ കാണുന്നത് 4 എഫക്ട്സ് ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ലൈറ്റിംഗ് എഫക്റ്റ്, ദെൻ കെമിക്കൽ എഫക്റ്റ് ആൻഡ് മെക്കാനിക്കൽ എഫക്റ്റ്. ഈ 4 എഫക്റ്റുകളാണ് ഇലക്ട്രിക് കറണ്ടിനുള്ളത്. താപഫലം, പ്രകാശഫലം, രാസഫലം, യാന്ത്രിക ഫലം. ഈ 4 ഫലങ്ങളും നമ്മൾ വിവിധ രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ 4 എഫക്ട്സും നമ്മൾ വിവിധ ഫോംസിലാണ് നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫോംസിലാണ് നമ്മൾ ഈ ഇലക്ട്രിക് കറണ്ടിനെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ എനർജിയെ വേറെ എനർജികളാക്കി മാറ്റി ഏതൊക്കെ ഉപകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പം നമുക്കത് നോക്കാം. അപ്പം എനർജി ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ ഡിവൈസസ്. അപ്പം നമ്മൾ വിവിധ തരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വൈദ്യുതി ഉപകരണങ്ങൾ, വിവിധ ഇനം വൈദ്യുതി ഉപകരണങ്ങൾ ഇപ്പോൾ എല്ലാ വീട്ടിലും സജീവമാണ്. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസിനെയും അവയിൽ വരുന്ന എനർജി ചേഞ്ചസിനെയും ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഈ പോർഷനിൽ. ഓക്കെ, അപ്പോൾ നോക്കൂ, അവിടെ ഞാൻ കുറേ ഡിവൈസസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന എനർജി ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്, ഊർജ്ജ മാറ്റം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ഫലങ്ങളാണ്, എന്ത് എഫക്റ്റാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ അവിടെ ഉണ്ടാവുന്നത് എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓരോ ഉപകരണത്തിലും എന്ത് എനർജി ചേഞ്ചാണ് വരുന്നതെന്ന് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നെങ്കിൽ ഈ ടേബിൾ തന്നെ ചോദിക്കും, അല്ലെങ്കിൽ 1-2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് എപ്പോഴും. ഈ ഇലക്ട്രിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനർജി ചേഞ്ചസ്, ഇലക്ട്രിക്കൽ എനർജി ഏതൊക്കെ എനർജി ആയിട്ട് മാറുന്നുണ്ടെന്ന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് എനർജി ചേഞ്ച് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ഏത് എനർജിയിൽ നിന്ന് ഏത് എനർജിയിലേക്ക് മാറുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് 1-2 അല്ലെങ്കിൽ 3 ചിലപ്പോൾ മാർക്കുകൾ നമ്മളെ എക്സാമിന് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രിക് ബൾബാണ് അല്ലേ. ഫസ്റ്റ് വൺ ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് ബൾബ് അല്ലേ. ഇലക്ട്രിക് ബൾബിൽ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. ഡെയിലി ലൈഫ് നമുക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബൾബ്, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുകയാണ് ചെയ്യുന്നത് അല്ലേ, ലൈറ്റ് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? പ്രകാശമായിട്ട് മാറുകയാണ്. അതല്ല ചേഞ്ച് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ലൈറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് എനർജിയാണ്. ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി. അത് ഏത് ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ബൾബിൽ വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? വൈദ്യുതി ഊർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. വളരെ സിമ്പിളാണ്, നമ്മൾ എന്നും കാണുന്നതാണ്. നമുക്ക് കാണുന്ന സാധനങ്ങൾ വെച്ച് റിലേറ്റ് ചെയ്യുക. കാരണം നമ്മളിതൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ വരുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് പറയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ബൾബാകുമ്പോൾ ലൈറ്റ് കത്തും, ലൈറ്റ് ആകുമ്പോൾ ലൈറ്റ് എനർജി. ഓക്കെ, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ലൈറ്റ് കത്തുന്നു, ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന എഫക്റ്റ് ഏതായിരിക്കും? അത് നമ്മുടെ ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഏത്? ഇലക്ട്രിക് ബൾബ്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ഏതാണ്? നെക്സ്റ്റ് വൺ ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മളിപ്പം സുലഭമായി വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. കറണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്തിനാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ. അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവൻ ഉപയോഗിക്കുന്നതും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഈ ചൂടാക്കാൻ, ഭക്ഷണങ്ങൾ ചൂടായി വരാൻ അല്ലെങ്കിൽ വെള്ളം തിളച്ച് വരാനൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജീൻ്റെ ചേഞ്ച് അവിടെ വരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, നമുക്ക് ചൂടായിട്ട് തിരിച്ചു തരുന്നു ത്രൂ മെഷീൻസ്, അല്ലെങ്കിൽ ഈ ഡിവൈസസ് നമുക്ക് എന്തായിട്ട് തരുന്നു? ചൂട്, ഈ ഹീറ്റ് എനർജി, താപോർജ്ജമായിട്ട് നമുക്കതിനെ തിരിച്ച് നമുക്ക് തരുന്നു. അപ്പോൾ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജിയാണ്. എന്താണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുകയാണ്. താപോർജ്ജമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഏത് ഫലമായിരിക്കും ഇലക്ട്രിസിറ്റിയുടെ? താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2 പഠിച്ചു. ഒന്ന് ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിസിറ്റിയെ ലൈറ്റാക്കി മാറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റും. അതിന് നമ്മൾ പ്രകാശഫലം എന്ന് പറയും. രണ്ടാമത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പഠിച്ചു. ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് നമുക്ക് താപഫലം തരുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അവിടെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി, ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററിയാണ്. സ്റ്റോറേജ് ബാറ്ററി എന്താ? ഈ സ്റ്റോറേജ് ബാറ്ററി നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ ദിവസമുള്ള സാധനം, നമ്മൾ കാണുന്നത് വരെ, നമ്മൾ ക്ലാസ്സസ് കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിംസ് കളിക്കുന്നതും ഒക്കെ നിങ്ങളിപ്പോൾ ഒരു ഫുൾ ടൈം നമ്മളെ ഡെയിലി ലൈഫിൻ്റെ ഒരു മേജർ പാർട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ, അല്ലേ? അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാർജ് നിൽക്കണം നിങ്ങൾക്ക്, അല്ലേ? കുറച്ച് നേരം നമുക്ക് വീഡിയോസ് കാണണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഗെയിം കളിക്കണമെങ്കിലൊക്കെ ചാർജ് നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്ത് നിൽക്കണം. അല്ലാതെ നമുക്ക് എപ്പോഴും ഒരു കുത്തിയിട്ടുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റണം, അപ്പോൾ ചാർജസ് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററിയാണ്. അങ്ങനെയുള്ള സ്റ്റോറേജ് ബാറ്ററി നമ്മൾ കറണ്ടിൽ കുത്തിയിടുമ്പോൾ, വെൻ ഇറ്റ് ഈസ് ഓൺ ദി ചാർജിങ് പൊസിഷൻ, അത് ശ്രദ്ധിക്കണം. ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് ബാറ്ററിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അവിടെ അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ബാറ്ററി എന്ന് പറയുന്ന സാധനം ആക്ച്വലി അത് ഉണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് മോഡേൺ ടെക്നോളജീസ് ഒക്കെ വന്നപ്പോൾ ലിത്തിയം ഒക്കെ ഉപയോഗിച്ച് ബാറ്ററീസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കെമിക്കൽ എലമെൻറ്റ് കൊണ്ടാണ് നമ്മൾ ബാറ്ററീസ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. എപ്പോൾ? ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ. അത് ശ്രദ്ധിക്കണം. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. സോ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടുത്തെ എഫക്റ്റ് ഏതാ? കെമിക്കൽ എഫക്റ്റാണ്, രാസഫലം. രാസഫലം അത് ഓർത്ത് വെക്കുക. ഇനി അതും ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ബാറ്ററി എപ്പോഴാണ്? ചാർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഡിസ്ചാർജിങ് ആണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി എന്താവുകയാണ്? ഡിസ്ചാർജ് ചെയ്യുകയാണ്, അല്ലേ? നമ്മൾ ഉപയോഗിക്കുമ്പം ബാറ്ററി ഈസ് ഡിസ്ചാർജിങ്. ഓക്കെ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതേ ചേഞ്ച് പറ്റില്ല. അപ്പം നേരെ തിരിച്ചാണ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കെമിക്കൽ എനർജി എന്താവുകയാണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കലായിട്ട് മാറുകയാണ്. ഓക്കെ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ഇലക്ട്രിക്കൽ ആവുകയാണ്, ചാർജ് ചെയ്യുന്ന സമയത്താണ് ഇലക്ട്രിക്കൽ കെമിക്കൽ ആവുന്നത്. സോ അവിടെ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ എഫക്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ, മിക്സി ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിൽ. അമ്മമാരൊക്കെ എന്ന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പൊടിക്കാനും അരയ്ക്കാനും ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി, അല്ലേ? അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്താ? അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം എന്തായിട്ട് നമുക്ക് തിരിച്ചു തരുന്നത്? അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യും, അല്ലേ? പൊടിക്കും. അങ്ങനെ പൊടിക്കുമ്പോൾ നമുക്കവിടെ ചലിക്കുകയാണ്, അവിടുത്തെ ആ ബ്ലേഡ്സ് ചലിക്കുകയാണ്. സോ ദർ ഈസ് എ മെക്കാനിക്കൽ എഫക്റ്റ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ മിക്സിയുടെ കേസ് വരുമ്പം വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. എങ്ങോട്ട് മാറുകയാണ്? യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അതിൻ്റെ എഫക്റ്റ് മെക്കാനിക്കൽ എഫക്റ്റ്. ഇനി ലാസ്റ്റ് വൺ, ഇലക്ട്രിക് ഫാൻ. ഇപ്പം നമ്മളെ ചൂട് കാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് ഫാൻ. അവിടെയും നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാറ്റ് കിട്ടും. കാറ്റ് കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഫാൻ. കാറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബ്ലേഡ്സ് ഇങ്ങനെ കറങ്ങണം, അല്ലേ? അപ്പോൾ ബ്ലേഡ്സ് കറങ്ങുക എന്ന് പറയുമ്പം അവിടെയും ഒരു മോഷൻ, ഒരു ചലനം നടക്കുകയാണ്. അങ്ങനെ ചലനം നടക്കുന്നിടത്തൊക്കെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുമായിരിക്കും.
അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ വൈദ്യുതി ഊർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫക്റ്റ് ആണ്, യാന്ത്രിക ഫലം. അപ്പോൾ ഇത്രയും എനർജി ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഈ ഡിവൈസസ് പഠിക്കുക, അവരിൽ വരുന്ന എനർജി ചേഞ്ചസ് പഠിക്കുക, ഏത് എഫക്റ്റ് ആണെന്ന് പഠിക്കുക. ഷുവർ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, ഒന്നെങ്കിൽ ഇതേപോലെ ടേബിൾ ആയിട്ട് തന്നെ വരും, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചാർജ് ചെയ്യുന്ന ബാറ്ററിയിൽ എന്ത് എനർജി ചേഞ്ച് ആണ് വരുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വളരെ സാധ്യതയുള്ളൊരു പോർഷനാണ്. അതുകൊണ്ട് ഈ ബോക്സ് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, വളരെ എളുപ്പമാണ്. ഒന്നൊന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് ഓർത്താൽ തന്നെ നമുക്ക് ഓർമ്മ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പം അത് നന്നായിട്ട് ഓർത്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത നമ്മളെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, വിച്ച് ഇസ്, ഇപ്പം നമ്മൾ എനർജി ചേഞ്ചസിനെ കുറിച്ചൊക്കെ പഠിച്ചു. എങ്ങനെയാണ് എനർജി മാറുന്നത്, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഇങ്ങനെ നമ്മൾ ഡെയിലി ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. നമ്മൾ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇനി നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയെ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കാൻ പോവുകയാണ്. എന്താണ് ഇലക്ട്രിസിറ്റി കൊണ്ട് അതിലെന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്താണ് ഇലക്ട്രിസിറ്റി നിർമ്മിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ഘടകങ്ങൾ എന്നൊക്കെ നോക്കുകയാണ് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നതിൻ്റെ ഒരു റിവിഷൻ പോലെയാണ് നമ്മളിപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് കറണ്ട് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി 9ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 10ൽ നമ്മൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്താണെന്ന് നോക്കാം. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോ ഓഫ് ചാർജിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്ത്, ഒരു യൂണിറ്റ് സമയത്ത്, ഒരു സെക്കൻഡ് സമയത്തിൽ എന്തുമാത്രം ചാർജാണോ ഒരു വയറിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നത്, അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത്, ഒരു യൂണിറ്റ് ടൈമിൽ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ്, എത്രമാത്രം ചാർജാണോ ഒരു ചാലകത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെയോ ഒഴുകുന്നത്, ആ ചാർജുകളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയാം. ഓക്കെ, സോ കറണ്ട് ഇസ് ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുതി എന്ന് നമ്മൾ പറയാം. നിങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ഫ്ലോ ഓഫ് ചാർജ് ആണെന്ത്? കറണ്ട്. ഇങ്ങനെ ചാർജുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു വയറിലൂടെ, ഒരു മെറ്റൽ വയറിലൂടെ, കോപ്പർ കമ്പിയിലൂടെയൊക്കെ ഒഴുകുന്ന പോലെ സങ്കല്പിക്കുക. ഓരോ ചാർജസ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇനി ഒരു ചാർജിന് നമ്മൾ കിട്ടി, നമുക്ക് കറണ്ട് എന്താണെന്ന് മനസ്സിലായി, ചാർജിൻ്റെ ഫ്ലോ ആണ് കറണ്ട്. പക്ഷേ നമുക്ക് ഈ ചാർജിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വയർ കട്ട് ചെയ്ത് ചാർജിനെ എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ല, എത്രമാത്രം കറണ്ട് ഒഴുകുന്നു എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കുറച്ചും കൂടെ ഒന്ന് മാത്തമാറ്റിക്കലി ക്വാണ്ടൈസ് ചെയ്യും. അതാണ് T സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്രമാത്രം ചാർജ് ഒഴുകി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിലെന്തുമാത്രം കറണ്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു വയർ നമുക്ക് സങ്കല്പിക്കാം, ഒരു വയറെടുത്ത് നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ ആ വയറിൻ്റെ ഒരു സൈഡിൽ എന്തുമാത്രം ചാർജ് പോകുന്നുണ്ട് എന്ന് നോക്കിയെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എത്ര കറണ്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. T സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിൻ്റെ അളവിനെയാണ് കറണ്ട് എന്ന് പറയുക. അപ്പം ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ ഇൻ T സെക്കൻഡ്സ്, ഒരു ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുപയോഗിച്ചാൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതിൽ എത്രമാത്രം ചാർജ് ഒഴുകി നോക്കുക, എന്നിട്ട് അതിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. ചാർജ് ബൈ ടൈം ആണെന്ത്? കറണ്ട്. കറണ്ട് ഇസ് ചാർജ് ബൈ ടൈം. അപ്പോൾ ഈ കറണ്ട് ചാർജ് ബൈ ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കറണ്ടിൻ്റെ സിമ്പിൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? കറണ്ടിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് I. എന്താണ്? I. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I ഈസ് ഈക്വൽ ടു കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q ആണ്. Q എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ ചാർജിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. T ടൈം ആണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു
Q/T എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. T ടൈമിനുള്ളിൽ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് തരും. സപ്പോസ് ഇപ്പോൾ ഒരു 10 കൂളുംബ് ഓഫ് ചാർജ്, 10 കൂളുംബ് എത്രയാണ് 10 കൂളുംബ് ഓഫ് ചാർജ് ഒഴുകുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 2 സെക്കൻഡ്സിൽ ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങനെ ഒഴുകുകയാണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു എത്രമാത്രം കറണ്ടാണ് ഇതിലൂടെ ഒഴുകുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. I = Q/T, ചാർജ് ബൈ ടൈം. നമ്മൾ ഇക്വേഷൻ അതാണല്ലോ. ഇവിടെ ചാർജ് തന്നിട്ടുണ്ട്, 10 കൂളുംബാണ് ചാർജ്. എത്ര സെക്കൻഡിലാണ്? 2 സെക്കൻഡിൽ. അപ്പോൾ 10/2 5 ആംപിയർ എന്ന് നമുക്ക് കറണ്ടിൻ്റെ എത്ര കിട്ടും? 5 ആംപിയർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കറണ്ടിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ചാർജ് ബൈ ടൈമാണ് കറണ്ട്. ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന ചാർജിൻ്റെ അളവെടുക്കുക, അതേപോലെ എത്ര സമയം കൊണ്ടാണ് ഈ ചാർജ് പോയതെന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ ചാർജിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. ഇനി നമ്മൾ കറണ്ടിന് എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു? ചാർജിൻ്റെ ഫ്ലോ ആണ് കറണ്ട്. ഇനി കറണ്ടിനെ നമുക്ക് എത്രമാത്രം കറണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. ഒരു കണ്ടക്ടറിലൂടെ എത്രമാത്രം ചാർജ് പോകുന്നുണ്ട് നോക്കുക, എത്ര സമയത്തിൻ്റെ ഉള്ളിലാണത് പോകുന്നത് നോക്കുക, എന്നിട്ട് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. ഇനി ഈ കറണ്ട് എന്ന് പറയുന്ന സാധനത്തിന് യൂണിറ്റ്സ് ഉണ്ട്. ചുമ്മാ 5 കറണ്ട് 6 കറണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു യൂണിറ്റ് വേണം അല്ലേ? ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന പോലെ, ഇപ്പം നിങ്ങൾ പഞ്ചസാര വാങ്ങാൻ പോകുന്നു, അപ്പം നിങ്ങൾ എന്താ പറയുക? 100 കിലോ 1 കിലോ പഞ്ചസാര, 2 കിലോ പഞ്ചസാര, അല്ലെങ്കിൽ 100 ഗ്രാം പഞ്ചസാര എന്നൊക്കെയല്ലേ പറയാം. അല്ലാണ്ട് നമ്മൾ 1 പഞ്ചസാര 2 പഞ്ചസാര എന്നല്ലല്ലോ പറയാം. അപ്പോൾ യൂണിറ്റ് പറയാം. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ പറയാൻ ഉപയോഗിക്കുന്ന ഈ യൂണിറ്റ് ആണെന്ത്? ആംപിയർ. എന്താണ്? ആംപിയർ ആണ് കറണ്ടിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്. ആംപിയർ. ആംപിയർ എന്ന് പറയുന്നത് കൂളും പെർ സെക്കൻഡ് ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഓൾറെഡി കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? I = Q/T. ഇനി ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? ചാർജ് ആണല്ലോ Q. അതിൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? കൂളുംബാണ്. ഇനി ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ത്? കറണ്ട്. ടൈമിൻ്റെ T ആണ് അല്ലേ? Q/T ആണ്. I = Q/T ആണ്. ഓക്കെ, I = Q/T ആണ് അല്ലേ? അപ്പോൾ Q എന്ന് പറയുന്ന ചാർജാണ്, T എന്ന് പറയുന്നത് ടൈമാണ്. ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളുംബ്, ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ശരിക്കും എന്തായിരുന്നു? കൂളും ബൈ സെക്കൻഡ് അല്ലെങ്കിൽ കൂളും പെർ സെക്കൻഡ് എന്നാണ് വരുന്നത്. ആ കൂളും പെർ സെക്കൻഡിനിട്ട പേരാണെന്ത്? ആംപിയർ. അപ്പോൾ ആംപിയറിന് നമുക്ക് എന്തും കൂടെ പറയാം? കൂളും പെർ സെക്കൻഡ് ആണെന്ന് പറയാം. ഇനി കറണ്ടിന് I എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പോലെ ആംപിയറിന് ഉപയോഗിക്കുന്ന സിമ്പൽ ആണെന്ത്? A. അപ്പോൾ ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. അതിന് നമുക്ക് എന്തും കൂടെ പറയാം? കൂളും പെർ സെക്കൻഡ് എന്നും കൂടെ പറയാം. കാരണം കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ്. ഇനി ആംപിയറിൻ്റെ സിമ്പൽ എന്താണ്? A ആണ്. അപ്പോൾ SI യൂണിറ്റ്, കറണ്ടിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് കറണ്ടിൻ്റെ SI യൂണിറ്റ്? ആംപിയർ ആണ്. ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളുംബാണ്. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംപിയർ എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം, കൂളും പെർ സെക്കൻഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ്. ദെൻ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയറിന് നമുക്ക് കൂളും പെർ സെക്കൻഡ് എന്നുകൂടെ ഡിനോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കറണ്ടിൻ്റെ യൂണിറ്റ്സ് പറഞ്ഞു, കറണ്ടിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇനി അത് മെഷർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലേ? ഏതെങ്കിലും ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിനെ എടുക്കാൻ നമുക്ക് ചുമ്മാ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക എന്നല്ലാണ്ട് കറണ്ടിൻ്റെ അളവ് കിട്ടുമോ? ഇല്ല. അപ്പം നമുക്ക് കറണ്ടിനെ അളക്കാൻ ഒരു ഡിവൈസ് വേണം. അങ്ങനെ കറണ്ടിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? അമ്മീറ്റർ എന്ന് പറയുക. അപ്പം അമ്മീറ്റർ എന്താണ്? കറണ്ടിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എ ഡിവൈസ് യൂസ് ടു മെഷർ കറണ്ട് ആണെന്ത്? അമ്മീറ്റർ. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ SI യൂണിറ്റ് പറഞ്ഞു. എന്തായിരുന്നു കറണ്ടിൻ്റെ SI യൂണിറ്റ്? ആംപിയർ ആയിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ പഠിക്കാം. കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. അതിൻ്റെ
അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് അമ്മീറ്റർ ആണ്. ആംപിയർ, അമ്മീറ്റർ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കണക്ഷൻ വരും. അപ്പം ആംപിയർ ആണ് SI യൂണിറ്റ് കറണ്ടിൻ്റെ. അതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് അമ്മീറ്റർ. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണാം, കണ്ടോ, A എന്ന് എഴുതിയിരിക്കുന്ന പിക്ചർ കാണാം. അത് ആംപിയർ എന്ന് കാണിക്കുന്ന A ആണ്. അപ്പോൾ ഇതിന് ഈ ഡിവൈസിനെയാണ് അമ്മീറ്റർ എന്ന് പറയുക. ഇതിന് കറണ്ടിനെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, അമ്മീറ്റർ. ഓക്കെ, ഇനി ഈ അമ്മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ പോകുന്ന കറണ്ടിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അമ്മീറ്റർ നമ്മൾ ചുമ്മാ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് മെഷർ ചെയ്യൊന്നുമില്ല. ആ സർക്യൂട്ടിലേക്ക് നമ്മൾ ഈ അമ്മീറ്ററിനെ കണക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് വിവിധ തരത്തിൽ ഉപകരണങ്ങളെ കണക്ട് ചെയ്യാം. ഒരു രീതിയാണ് സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ശ്രേണി രീതി. അതായത് ഇപ്പം ഞാനൊരു സർക്യൂട്ട് എടുക്കുകയാണ്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് എനിക്ക് ബൾബ് കണക്ട് ചെയ്യണം. അപ്പോൾ ബൾബിനെ നമ്മൾ നേരെ ഒരു ബൾബ്, 2 ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ ബൾബിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാറ്ററിയുടെ ഒരറ്റത്തു നിന്ന് ഇങ്ങനെ ബൾബ് കൊടുത്തു, ആദ്യത്തെ ബൾബ് കൊടുത്തു. ഇത് സാധാ ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, അല്ലേ? ഇനി ഇതിലേക്ക് എനിക്ക് ഒരു റെസിസ്റ്ററിനെയും കൂടെ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ബൾബുണ്ട്, ഇനി ഇതിലേക്ക് എനിക്കൊരു റെസിസ്റ്ററിനെയും കൂടെ കൊടുക്കണം. അപ്പോൾ ഈ റെസിസ്റ്ററിനെ എനിക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? ഒന്ന് ശ്രേണി രീതിയിലും കണക്ട് ചെയ്യാം, മറ്റേത് പാരലൽ രീതിയിലും കണക്ട് ചെയ്യാം. ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്യൂട്ടിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ ഡിവൈസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ശ്രേണി രീതി എന്ന് പറയുക. കണ്ടോ, ഇപ്പോൾ ഈ ബൾബിൻ്റെ ഒരറ്റത്തിൽ നിന്ന് സർക്യൂട്ടിൻ്റെ മറ്റേ അറ്റത്തേക്ക് ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഒന്നിന് പിറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിന്, അതായത് ഈ ബൾബിന് പിറകെ ഞാനൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ ശ്രേണി രീതി എന്ന് പറയാം. ബൾബിൻ്റെ പിറകെ വേറൊന്ന്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഒരറ്റം മാത്രമേ ഈ മൂലയ്ക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ, ഈ എൻഡിലേക്ക്. മറ്റേ അറ്റം അടുത്ത എൻഡിലാണ്. ഓക്കെ, അപ്പോൾ ബൾബിലേക്ക് വരുന്ന ഒറ്റ കണക്ഷൻ മാത്രമേ ഉള്ളൂ. റെസിസ്റ്ററിൻ്റെ ഒരറ്റം ബൾബിലേക്കും ബാക്കി പോകുകയാണ് ഇങ്ങനെ. അപ്പോൾ ബൾബ് കഴിഞ്ഞ് റെസിസ്റ്റർ, അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയാം. ശ്രേണി രീതി എന്ന് പറയും. എന്ത് പറയും? ശ്രേണി രീതി. അപ്പോൾ അങ്ങനെയാണ് ഒരു കണക്ഷൻ. ഇനി നിങ്ങൾക്ക് പാരലൽ കണക്ഷൻ പഠിക്കാനുണ്ട്. അത് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു ബൾബുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ബൾബുണ്ട്, ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ്. ഇനി എനിക്ക് ഇതിലേക്ക് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യണം. പാരലലി, സമാന്തര രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ബൾബിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഒരു റെസിസ്റ്റർ ഇങ്ങനെ വന്നിട്ട് മറ്റേ അറ്റത്തേക്ക് കണക്ട് ചെയ്യും. സോ ബൾബിൻ്റെ 2 അറ്റത്തും അവിടെ എന്തുണ്ട്, കണക്ഷൻ വരുന്നുണ്ട്. ഒന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ താഴെയൊക്കെ ആയിരിക്കും കണക്ഷൻ. ഇത് നമുക്ക് താഴെയും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ബൾബിൻ്റെ താഴെയും നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുന്ന കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. 2 അറ്റവും വന്ന് ജോയിൻ ചെയ്യും. ഒന്നിൻ്റെ പുറകെ ഒന്നല്ല, നിങ്ങൾ പാരലൽ ലൈൻസ് ഒക്കെ കണ്ടിട്ടില്ല? എങ്ങനെയാണ് പാരലൽ ലൈൻസ്? ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന ലൈൻസിന്, നിങ്ങൾ കണ്ടില്ല അല്ലെ? ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ സൈഡ് വേസ് ഇങ്ങനെ വരുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുക. അപ്പോൾ അതേപോലെ കണക്ഷൻ വരികയാണെങ്കിൽ അതിന് നമ്മൾ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതി എന്ന് പറയും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കണക്ഷൻസ് ഉണ്ട്. സീരീസ് കണക്ഷനും ഉണ്ട്, പാരലൽ കണക്ഷനും ഉണ്ട്. ഇവിടെ അമ്മീറ്ററിൻ്റെ കേസിലാവുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? സീരീസ് കണക്ഷനാണ് വരുന്നത്, അല്ലേ? എങ്ങനെയാണ് നമുക്ക് കണക്ഷൻ വരുന്നത്? സീരീസ് കണക്ഷനാണ് വരുന്നത്. അവിടെ നോക്കൂ, അമ്മീറ്റർ ബൾബിൻ്റെ മുകളിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? അല്ല, ബൾബിൻ്റെ അതേ അതേ നമ്മളുടെ ബൾബിൻ്റെ നേരെ തന്നെയാണ് നമ്മളുടെ അമ്മീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ബൾബാണ്. ബൾബ് കഴിഞ്ഞ് വരുന്ന ഒന്നിന് പിറകെയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ അമ്മീറ്ററിലൂടെ കയറും, എന്നിട്ട് പിന്നെ ബൾബിൽ കയറും, ഇങ്ങനെ പോരും. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? സീരീസ് കണക്ഷൻ എന്ന് പറയുക. അപ്പോൾ ബൾബിൻ്റെ നേരെ തന്നെ അമ്മീറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അമ്മീറ്ററിൻ്റെ കണക്ഷനാണ് സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ അമ്മീറ്ററിനെ ശ്രേണി രീതിയിലാണ് നമ്മൾ ഓരോ സർക്യൂട്ടിലും കണക്ട് ചെയ്യുക. അപ്പോൾ കറണ്ടിനെ കുറിച്ച് നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് കറണ്ട് എന്ന് പഠിച്ചു, കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു, കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചു, അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ആ ഡിവൈസ് എങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക, എങ്ങനെ കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ശ്രേണി രീതിയിലാണ് നമ്മൾ ആ മീറ്ററിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.